ഹലോ, ഞാനിന്നിപ്പോൾ ഈ രാത്രിയിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വെൽവിഷൻ എന്നൊക്കെ പറയാം. ആളെൻ്റെ അനിയത്തിക്കുട്ടി കൂടിയാണ്. കർമ്മം കൊണ്ട് സിസ്റ്റർ എന്ന് പറയാം. അങ്ങനെ ആളാണ്. ആളുടെ പേര് കൃഷ്ണ എന്നാണ്. അപ്പോൾ ആളോട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ കണ്ടു. ഇതിനെക്കുറിച്ച് ആളുടെ ഒപ്പീനിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ന് കാണിച്ച കുരുത്തക്കേടുകളൊക്കെ പിന്നീട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ഓർമ്മകളാണ്. എപ്പോഴും എന്താ പറയണേ, ഞാൻ ഡീസൻ്റ് ആണെന്ന് പറയുന്ന കുട്ടികൾക്ക്, അതായത് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഓർക്കാൻ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവില്ല. പിന്നെ ഈ പ്രായത്തിൽ അല്പം കുറുമ്പും കുസൃതിയും ഒക്കെ ആവാം. പിന്നീട് അത് ഓർക്കുമ്പോൾ എന്താ പറയുക, നല്ല നല്ല ഓർമ്മകളായിട്ട് മാറും. കുരുത്തക്കേട് കാണിച്ചാൽ തല്ലാനല്ല പേരൻസ് ശ്രമിക്കേണ്ടതെന്നാണ് ആൾ പറയുന്നത്. പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ മാതാപിതാക്കൾ ഫ്രണ്ട് എന്ന രീതിയിലേക്ക് ആ ഒരു സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് ഫ്രണ്ട് പേരൻ്റായിട്ടല്ല, ആസ് എ ഫ്രണ്ട്, അതും ആസ് എ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ കുട്ടികളെ തല്ലി ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ അതൊരു ഉണങ്ങാത്ത മുറിവായിരിക്കും, ശരീരത്തിനകത്തും പുറത്തും, അതായത് മനസ്സിലും. പിന്നെ എപ്പോഴും തല്ലിക്കൊണ്ടേയിരിക്കുക. ആ കുരുത്തക്കേട് മാറണമെന്നില്ല. അതേസമയം പേടി തോന്നും, ഭയങ്കര പേടി. പേരൻസ് എന്ന് പറഞ്ഞാലേ പേടി തോന്നും. അവരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ തോന്നും. അതേസമയം എന്താ പറയണേ, ഇനി അത് വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ തല്ലൂ എന്നുള്ള പേടി, ശാസിക്കുന്ന പേടി. അതിന് പകരം സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ തെറ്റ് ചെയ്യാനൊന്നും ഒരു കുട്ടിക്കും തോന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കുക, അതിന് പകരം തല്ലാതിരിക്കുക കുട്ടികളെ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.